അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യ, മക്കൾ, മറ്റു പ്രിയപ്പെട്ടവരൊക്കെ അനിഷ്ടകരമായി വല്ലതും ചെയ്താൽ നാം അവരെ ശകാരിക്കും, വേണ്ടി വന്നാൽ ദ്രോഹിക്കും. ഇത് രണ്ടിനും സാധ്യമായില്ലെങ്കിൽ അവരോടൊരു പക മനസ്സിൽ സൂക്ഷിക്കും. എന്നാൽ നമ്മെ തീറ്റിപ്പോറ്റി പരിപാലിക്കുന്ന പടച്ച തമ്പുരാനോട് ഒരു ദിവസം നാം എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. അവൻ പറയുന്നതോ, നിങ്ങൾ ആകാശത്തോളം ഭൂമിയോളം അതിലേറെ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും എൻ്റെ കാരുണ്യത്തൊട്ട് നിങ്ങൾ ആശ മുറിയരുത്. നിങ്ങൾ എപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും എന്നിലേക്ക് കൈ ഉയർത്താം. ഞാനത് വിട്ടുപുറത്ത് മാപ്പാക്കി തരാൻ സജ്ജനാണ്. പ്രിയപ്പെട്ടവരെ, നാം എവിടെ നിൽക്കണം? നമ്മെ മറ്റുള്ളവർ മോഹിക്കണമെന്ന് നാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നാം ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആഗ്രഹം അസ്ഥാനത്താണ്. നാം എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്ത് നടക്കുന്നവനാണെങ്കിലും ഒരു വേള പടച്ച തമ്പുരാനെ അവനിലേക്ക് കൈ ഉയർത്തേണ്ടി വന്നാൽ നാം കൈ ഉയർത്തും. നമുക്കൊരു പ്രതീക്ഷയാണ് അവൻ നമ്മെ സ്വീകരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് റബ്ബിനെ പേടിയാണെന്ന് പറഞ്ഞാലും സത്യത്തിൽ നമ്മുടെ മനസ്സിനകത്ത് അവനോടൊരു ഇഷ്ടമുണ്ട്. അതിന് കാരണം അവൻ നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരാൻ സന്നദ്ധനാണെന്നതാണ്. മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കണമെങ്കിൽ നാം ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയ ടൂള് അത് വിട്ടുവീഴ്ച തന്നെയാണ്. അപ്പോൾ വിട്ടുവീഴ്ച ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അതിനാഥൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.